സച്ചിയുടെയും രേവതിയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് ആന്റണി നിർബന്ധിച്ച് ഗിഫ്റ്റുമായി എത്തുന്ന ശരത്തിനെ നല്ല രീതിക്ക് തന്നെ അപമാനിച്ച് ആട്ടിയിറക്കാണ് സച്ചി. ശരത്ത് കൊണ്ടുവന്ന ഗിഫ്റ്റ് സച്ചി ശരത്തിന്റെ മുഖത്തോട്ട് തന്നെ വലിച്ചെറിയുന്നുണ്ട്. ആ സമയത്ത് ശരത്ത് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ വയ്യട്ടോ. സച്ചി നേരെ പോയിട്ട് ശരത്തിനെ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ശരത്തിന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് വെളിയിലോട്ട് ആക്കുന്നുണ്ട് സച്ചി. ഇവിടെ നിറങ്ങി പൊക്കോളിനെന്നും ആന്റണിയുടെ കൂടെയുള്ള നിന്റെ കൂട്ടുകെട്ട് നിർത്താതെ ഇനി മേലെ നീ ഈ പടി ചവിട്ടരുതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അങ്ങനെ അപമാനിച്ചുകൊണ്ട് സച്ചി ശരത്തിനെ വിടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും രേവതിയുടെ അമ്മയ്ക്കും ദേവുവിനും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ശരത്തിനെ ഉപദ്രവിച്ചതിലും ശരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞതിലും ഒക്കെ ദേവുവിന് നല്ല ദേഷ്യം തോന്നാണ് സച്ചിയോട്. അങ്ങനെ ശരത്ത് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മയാണ്. രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങള് ശരിക്കും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരത്ത് ഇങ്ങോട്ട് വരുമെന്ന്. എന്തായാലും എന്റെ മോൾക്ക് വല്ലാത്തൊരു വിധി തന്നെയാ. എന്നിട്ട് കലാവതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ എന്റെ മോൾക്ക് ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ച് ഇവിടെ ജീവിക്കാനേ വിധിയെന്ന് ഞാൻ കരുതിക്കോളാം. ഞങ്ങൾ ഇറങ്ങുക. ഇനി ഒരു പ്രശ്നത്തിന് ഞങ്ങളില്ല. മോളെ രേവതി, നീ ഇനി അങ്ങോട്ട് വരണ്ട. പ്രത്യേകിച്ച് സച്ചിക്ക് ശരത്തിന് ഇഷ്ടമല്ല. അങ്ങനത്തെ പക്ഷം അങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. ഇത് കേട്ടപ്പോ അച്ചമ്മ പറയുന്നുണ്ട്, രേവതിയുടെ അമ്മയ്ക്ക് വിഷമായെന്നറിയാം. എന്തുകൊണ്ടാ സച്ചി അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ കാരണമില്ലാതെ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ എന്താ അമ്മ പറയുന്നത്? എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണോ? അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് അത് തുറന്നു പറഞ്ഞൂടെ? അതല്ല പറഞ്ഞത്. സച്ചിയുടെ പല പ്രവർത്തികളും രേവതിയുടെ അമ്മയെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അവൻ അങ്ങനെ ആരെയും മനഃപൂർവ്വം വിഷമിപ്പിക്കുന്ന ഒരാളല്ല. എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കാൻ സച്ചിയോട്. എന്നാലും അമ്മേ, എന്തിനാ സച്ചി എന്റെ മോനോട് ഇങ്ങനെ ചെയ്തത്? സച്ചി മുമ്പ് തന്നെ എന്റെ മോന്റെ ഒരു കൈ തല്ലി ഒടിച്ചു. ശരത്തിന് ആ കൈ ഒന്ന് നേരെ ആയി വരുന്നതേ ഉള്ളൂ. ദേ ഇപ്പോഴും 2-3 മാസമായി. ചെറുതായിട്ട് മാറ്റം കണ്ടു തുടങ്ങുന്നുള്ളൂ. അപ്പോഴേക്കും സച്ചി വീണ്ടും എന്റെ മോനെ. ഇത് കേട്ടപ്പോ രവിക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മേ, എന്തിനാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാത്തിനും ഞാൻ അവന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ആ പാവം പയ്യനെ എന്തിനാ ഇവൻ തല്ലുന്നത്? അതറിഞ്ഞേ പറ്റൂ. രവി, നീ ദേഷ്യപ്പെടാതിരിക്കെ. സമാധാനത്തോടെ നമുക്ക് സച്ചിയോട് കാര്യം ചോദിക്കാം. രേവതിയുടെ അമ്മ വിഷമിക്കണ്ട. ഇപ്പൊ ഞാനിവിടെ ഉണ്ടല്ലോ. രേവതിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാനിരിക്കാം. ഇത് കേട്ടപ്പോ ദേവ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു ഭക്ഷണവും വേണ്ട. ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ നിങ്ങൾ വീട്ടുകാർ കഴിച്ചാൽ മതി. അമ്മേ, എന്തിനാ ഇവിടെ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്നത്? നമുക്ക് പോവാം. ഇത് കേട്ടപ്പോ അച്ചമ്മ പറയുന്നുണ്ട്, മോളെ നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് അറിയാം. അച്ചമ്മേ, വേറൊന്നും കരുതരുത്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. എന്റെ അനിയന് വയ്യാതിരിക്കുക. എന്നിട്ടും സച്ചേട്ടൻ ഒരു ദാക്ഷിണ്യം കൂടാതെ എന്റെ അനിയനെ തല്ലിച്ചതിച്ചു. അത് കണ്ടോണ്ട് ഇത്രയും ക്രൂരത കാണിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണോ ഞങ്ങൾ? മോളെ, അപ്പൊ രേവതി പറയുന്നുണ്ട്, ദേവു സൂക്ഷിച്ച് സംസാരിക്കുക. ആരോട് സംസാരിക്കുന്നത് നോക്ക്. അച്ചമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തോണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. അമ്മേ, നമുക്ക് പോവാം. വാ അമ്മേ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇതും പറഞ്ഞോണ്ട് അമ്മയുടെ കൈപ്പിടിച്ച് അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ദേവു. അപ്പൊ തന്നെ രേവതി അവരുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കാൻ കേട്ടോ. ഇത് കേട്ടപ്പോ അച്ചമ്മ പറയുന്നുണ്ട്, രേവതി നിൽക്ക്. വേണ്ട, അവര് പൊയ്ക്കോട്ടെ. അവരുടെ ഭാഗത്ത് നമ്മളായിരുന്നെങ്കിൽ ഇത്രയും പറഞ്ഞാ പോരാ. അങ്ങനെയാണോ സച്ചി നിന്റെ അനിയനോട് ചെയ്തത്? ഇതവനോട് ഞാൻ ചോദിക്കാതെ വിടില്ല. അവൻ എവിടെ രേവതി? അയാൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല അച്ചമ്മേ. എന്നാ ഇതൊക്കെ കേട്ട് ചിരിച്ചോണ്ട് നിൽക്കാണ് ഒരു ഭാഗത്ത് ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയും കേട്ടോ. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അവൻ വേറെ എവിടെ പോവാനാ? മുകളിലെ റൂമിൽ കാണും. രേവതി മോളെ, നീ വിഷമിക്കാതെ വാ. നമുക്ക് അവനോട് ചോദിക്കാം. വേണ്ട അച്ചമ്മേ, എനിക്കൊന്നും അറിയണ്ട. അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എനിക്കതിൽ ഒരു പരാതിയുമില്ല. മോളെ രേവതി, നീ എന്റെ കൂടെ വാ. വന്നേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് രേവതിയെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശി മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് സച്ചി ജനലിന്റെ പിന്നിലേക്ക് തിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത്. എടാ സച്ചി. ആ അച്ചമ്മേ, മിണ്ടരുത് നീ. ഇനി എന്നെ അച്ചമ്മേന്ന് വിളിക്കണ്ട. അയ്യോ, അതെന്ത് പറ്റി അച്ചമ്മേ? എന്ത് പറ്റിയെന്നോ? എന്തൊക്കെയാടാ താഴെ നടന്നത്? നീ ഈ പാവത്തിന്റെ അനിയന് വയ്യാതിരുന്നിട്ടും അവനെ തല്ലിയില്ലേ? അവനെ നാണം കെടുത്തി പുറത്താക്കിയില്ലേ? ഇതിന് മാത്രം ആ കുട്ടി നിന്നോട് എന്താ ചെയ്തത്? എനിക്കറിയാം നീ വെറുതെ ആരെ തല്ലില്ലെന്നും ആരെയും വിഷമിപ്പിക്കില്ലെന്നും. പിന്നെ നിനക്ക് എന്താ മോനെ സച്ചി പറ്റിയത്? ദേ, ഈ പാവം നീ ചെയ്യുന്ന പ്രവൃത്തി കാരണം എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ? നീ ഈ പാവത്തിന് വിഷമിപ്പിക്കാനാണോ ജീവിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശി, ഞാൻ. മിണ്ടരുത് നീ. താഴെ പലരും പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാണെന്നറിയോ? നിന്നെ ഞാനാ വളർത്തിയത്. നീ തെറ്റായ വഴിയിലൂടെ പോവില്ലെന്ന് ഞാൻ ചന്ദ്രമതിയുടെ മുന്നിൽ അഹങ്കരിച്ചവളാ. എന്നിട്ടിപ്പ എന്താ സംഭവിക്കുന്നത്? നീ ഏത് സമയം ഈ പാവത്തിന് വിഷമിപ്പിക്കുന്നു. ഈ പാവത്തിനെ വീട്ടുകാരെ നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ? അയ്യോ രേവതി, അമ്മയും ദേവും പോയോ? പിന്നെ പോവാതെ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ ഇവിടെ നിൽക്കണോ? ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണോന്ന്? അച്ചമ്മേ, അച്ചമ്മ എന്താ പിടിച്ചു നിർത്താഞ്ഞത്? എങ്ങനെയാടാ ഞാൻ പിടിച്ചു നിർത്തുക? എനിക്ക് രേവതിയുടെ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയുന്നില്ല. ആ പയ്യന്റെ കൈ നീയാണ് ഒടിച്ചതെന്ന് പറഞ്ഞു. അതും പോരാത്തതിന് ആ കൈ നേരെയായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നീ അവനെ തല്ലിയില്ലേ? അച്ചമ്മേ, ഞാൻ വെറുതെ ആരെയും തല്ലിയില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ ശരത്തിനെ തല്ലിയതെന്ന്. എന്നോട് നീ പറയണമെന്നില്ല. പക്ഷെ രേവതി നിന്റെ ഭാര്യ. രേവതിയോടെങ്കിലും നീ കാര്യം പറയണം. ഒരു കാര്യം ഓർത്തോ മോനെ, നിന്റെ പരാജയം കണ്ട് സന്തോഷിക്കുന്നവളാ നിന്റെ അമ്മ, നിന്റെ ഏട്ടൻ. അവരൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നതും നിന്റെ പരാജയ. നീ അതിനുവേണ്ടി അവർക്ക് മുന്നിലിട്ട് കുത്തി വലിക്കാൻ വേണ്ടി എറിഞ്ഞിട്ട് കൊടുക്കുന്നത് ഈ പാവത്തിനെയാ.
അതോർത്താ നന്ന്. ഇതിനെ ഇനിയും വിഷമിപ്പിച്ച ദൈവം നിന്നോട് പൊറുക്കില്ല സച്ചി. ദൈവം മാത്രല്ല, നിന്നെ ചെറുപ്പം മുതലേ വളർത്തി വലുതാക്കിയ ഞാൻ നിന്നോട് പൊറുക്കില്ല. എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നീ. ഇതും പറഞ്ഞോണ്ട് അവിടുന്ന് കലാവതി അമ്മ പോകുന്നുണ്ട് കേട്ടോ. അച്ചമ്മ പോയത് കണ്ടപ്പോ സച്ചി പറയുന്നുണ്ട്, രേവതി മിണ്ടരുത്, നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും സംസാരിക്കരുത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനില്ല. രേവതി, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനെനിക്ക് പറയേ. രേവതി, നിനക്കറിയാലോ അവൻ ആന്റണിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ആന്റണി എങ്ങനെയാ പണം ഉണ്ടാക്കുന്നതെന്ന് നിനക്കറിഞ്ഞൂടെ? ആന്റണി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കട്ടെ, ആ പണം കൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി അവൻ ഇങ്ങനെ തല്ലി ചതിക്കലാണോ? അവൻ ചെറിയ പയ്യനല്ലേ, അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം സച്ചിയേട്ടൻ ഗുണ്ടകളെ തല്ലുന്നത് പോലെയല്ല തല്ലുന്നത്. എന്റെ അനിയനാണെന്നുള്ള ഒരു പരിഗണന നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇന്ന് അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി സന്തോഷത്തോടെയല്ലേ ഇങ്ങോട്ട് വന്നത്. അവൻ ആ ആന്റണി പറഞ്ഞയച്ചതായിരിക്കും മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ ജയിലിൽ നിന്ന്. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവൻ എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല. ശരത്തിന് എനിക്കറിയാം, എനിക്ക് ദോഷം വരുന്നത് ഇന്ന് വരെ അവൻ ചെയ്തിട്ടില്ല. അത് ആന്റണിയുടെ കൂടെ കൂടിയിട്ടാണെങ്കിൽ പോലും. രേവതി, നിനക്ക് അവനെ ശരിക്കും അറിയാനിട്ടാ. എനിക്ക് അവനെയല്ല അറിയാത്തത്, സച്ചേട്ടനെയാ. സച്ചേട്ടൻ പല സമയത്തും പല രീതിയിലാ. എന്തുകൊണ്ടാ സച്ചേട്ടന് ശരത്തിനോട് ഇത്ര ദേഷ്യം? പറ എന്നോട്. ഇതും പറഞ്ഞോണ്ട് സച്ചിയുടെ ഷോൾഡറിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇതും പറഞ്ഞ് രേവതി നല്ല പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുക, എന്തിനാ ശരത്തിന് ഇങ്ങനെ തല്ലിയത്? ശരത്തിന് തല്ലാൻ മാത്രം ശരത്ത് എന്താ ചെയ്തത്? അത് പറയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കില്ല. നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെയുള്ളവർക്ക് 3 നേരവും വെച്ചും വിളമ്പി ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. എല്ലാം ഇട്ടെറിഞ്ഞു പോവാണ്. എനിക്ക് എന്റെ വീട്ടുകാരാ വലുത്, എന്റെ അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ. സച്ചേട്ടൻ എനിക്ക് ജീവനായിരുന്നു. പക്ഷെ സച്ചേട്ടന്റെ ഓരോ പ്രവൃത്തികളും സച്ചേട്ടൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയുവാ. ഞാൻ പോകുമെന്ന് പറഞ്ഞ പോകും. എന്തെങ്കിലും പറയാനുണ്ടോ അതിനു മുൻപായിട്ട്? ഇല്ലല്ലോ, എങ്കിൽ പിന്നെ ഞാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് രേവതി അലമാറയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി നീ ചെയ്യുന്നത്? ആ ബാഗൊക്കെ അവിടെ വെക്ക്. ശരി, ബാഗ് ഞാൻ ഇവിടെ വെക്കാം. ഇതൊന്നും എന്റേതല്ലോ, നിങ്ങൾ വാങ്ങിച്ചു തന്നതല്ലേ. ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. ഇതും പറഞ്ഞുകൊണ്ട് ആ ബാഗ് അവിടെ ഇട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോ സച്ചി പറയുന്നുണ്ട്, രേവതി നീ എങ്ങോട്ട് ഈ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്റെ അനിയനെ എന്റെ മുന്നിൽ വെച്ച് തല്ലി ചതിച്ചു. അത് കണ്ടുകൊണ്ട് ഒരു ക്രൂരയെ പോലെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എനിക്കത്ര കട്ടിയുള്ള മനസ്സൊന്നുമില്ല. രേവതി, നീ പോവാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എനിക്ക് മടുത്ത് ഈ ജീവിതം. രേവതി നിൽക്ക്. നിനക്ക് എന്താ അറിയേണ്ടത്? നിന്റെ അനിയൻ ശരത്ത് എന്ത് തെറ്റ് ചെയ്തെന്നല്ലേ? ഞാൻ പറയാം. എന്റെ ജീവിതം കളഞ്ഞിട്ട് എനിക്ക് അവനെ അങ്ങ് രക്ഷിക്കണമെന്നില്ല. അത്ര മഹത്തായ കാര്യമൊന്നല്ല അവൻ ചെയ്തത്. എന്താ അവൻ ചെയ്തത്? പലതവണ ഞാൻ ചോദിച്ചു, എന്നിട്ടും സച്ചേട്ടൻ അത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ എന്ത് പറഞ്ഞേ പറ്റൂ? പറയാം, ഒരു മിനിറ്റ് നിക്ക്. ഇതും പറഞ്ഞോണ്ട് സച്ചി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ വീഡിയോ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രേവതി ഞാൻ നിനക്ക് ഈ വീഡിയോ കാണിച്ചു തരാം. പക്ഷെ നീ വിഷമിക്കരുത്. ഇത്രയും കാലം നീയും നിന്റെ വീട്ടുകാരും വിഷമിക്കില്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാതിരുന്നത്. എന്റെ ജീവിതം കളഞ്ഞോണ്ട് അവരങ്ങനെ നെഗളിച്ച് നടക്കണ്ട. രേവതി ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. പക്ഷേ നീ നിന്റെ അനിയനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കും. എനിക്കത് താങ്ങാൻ പറ്റില്ല രേവതി. നിന്നെ വിഷമിപ്പിക്കാൻ എനിക്കാവില്ല. എന്തായാലും ഇത് നീ കണ്ടേ പറ്റൂ. ഇനി അത് കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ആ വീഡിയോ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രേവതി ആണെങ്കിൽ വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് ആ വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ട പാടത്തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ രേവതി. പിന്നീടാണ് അത് ശരത്താണെന്ന് മനസ്സിലാവുന്നത്. ശരത്ത് ഹെൽമെറ്റ് അയക്കുമ്പോൾ ശരത്തിന്റെ മുഖം വ്യക്തമാവുന്നു കേട്ടോ. ഇത് കണ്ടപ്പോ രേവതിക്ക് ആകെ വിഷമാവാണ്. രേവതി പറയുന്നുണ്ട്, അയ്യോ ഇത് ശരത്തല്ലേ? അതെ രേവതി, ശരത്ത് മോഷ്ടിച്ചാണ് ജീവിക്കുന്നത്. കട്ടും പിടിച്ചും പറിച്ചൊക്കെയാ അവൻ ആന്റണിയുടെ കൂടെ കഴിയുന്നത്. അവിടുത്തെ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ അവൻ ആന്റണി കൊടുക്കുന്ന ജോലി ഇതൊക്കെയാ, മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കുക. കട്ടും വഞ്ചിച്ച് ജീവിച്ചിട്ടൊക്കെ എന്തിനാ രേവതി? അങ്ങനെ ഉണ്ടാക്കുന്ന കാശുണ്ടാ നമുക്കിതൊക്കെ വാങ്ങിച്ചു തന്നത്. അതൊക്കെ നമുക്ക് വേണോ? അവന്റെ മുഖത്തേക്ക് വലിച്ചറിയാന്നല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? അയ്യോ സച്ചേട്ടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ശരത്താണോ? നീ കാണുന്നില്ലേ രേവതി, അവന്റെ മുഖം നല്ല വ്യക്തമായിട്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത് ശരത്ത് തന്നെയാ. അവർ ഈ റെക്കോർഡ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ നിൽക്കുമായിരുന്നു. ആ സമയത്താ ഞാൻ ഇത് കണ്ടത്. എന്തോ ഭാഗ്യത്തിന് അതെന്റെ കൂട്ടുകാരനായി. അവൻ ഈ കാര്യം നീ എങ്ങനെയെങ്കിലും സോൾവ് ആക്കുന്ന പറഞ്ഞ് എന്റെ കയ്യിൽ ഈ റെക്കോർഡ് തന്നതാ. ഇല്ലായിരുന്നെങ്കിലേ നിന്റെ അനിയൻ ഇപ്പൊ ജയിലിൽ കിടന്ന് അഴി എണ്ണുന്നുണ്ടായിരുന്നു. ഇനി പറ രേവതി, ഞാൻ അവനോട് ഇങ്ങനെ പ്രതികരിച്ചാ മതിയോ? പിന്നെ നീ പറഞ്ഞല്ലോ നിന്റെ അനിയന്റെ കൈ തല്ലിയൊടിച്ചതിന് കാരണം. അത് ഇതിനും അല്ല ഞാൻ അവന്റെ കൈ തല്ലിയടിച്ചത്. ഞാനേ ആന്റണിയെ കയറി തല്ലി. ആ തല്ലിയത് തടുക്കാൻ വേണ്ടി അവൻ വന്നു. ഇടയ്ക്ക് വെച്ച് അവൻ എന്നെ തല്ലാൻ നോക്കി. ആ എന്നെ തല്ലാൻ നോക്കി അവന്റെ കൈ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒന്നുമില്ലെങ്കിലും അവന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ ഞാൻ. ആ പരിഗണന പോലും അവൻ എനിക്ക് തന്നില്ല. അവൻ നന്നാവാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ അവന്റെ കൈക്ക് അങ്ങനെ പറ്റുമെന്നൊന്നും ഞാൻ എന്റെ മനസ്സിൽ പോലും കരുതിയതല്ല. സച്ചേട്ടാ, ഞാൻ സച്ചേട്ടൻ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇവൻ ഇങ്ങനെയൊക്കെയാ ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു സച്ചേട്ടാ. രേവതി, അവൻ ഇങ്ങനെയാ ജീവിക്കുന്നത്.
ഇത് മാത്രല്ല, നീ അറിയാത്ത വേറെയും പല കാര്യങ്ങളുണ്ട്. അവൻ എന്നും കോളേജിൽ പോകുന്നുണ്ടെന്നല്ലേ നിങ്ങൾ കരുതിയിരിക്കുന്നത്. ഈ സംഭവം നടന്ന അന്ന് തന്നെ അവന്റെ കോളേജിൽ പോയി അവന്റെ സാറോട് ഞാൻ അന്വേഷിച്ചു. അന്നേ അവൻ ക്ലാസ്സിലെത്തിയിട്ട് 1.5 മാസമായെന്നാ പറഞ്ഞത്. ഇടയ്ക്കൊക്കെ എക്സാമിനൊക്കെ വരും, പക്ഷെ ആ എക്സാം എഴുതിയ പേപ്പർ നോക്കിയാൽ പോലും അവൻ ഒട്ടും മാർക്ക് ഉണ്ടാവില്ല. അവൻ എങ്ങനെയാ പഠിക്കാൻ പോകുന്നത്? ഉള്ള സമയം ആന്റണിയുടെ കൂടെ കൂടി അവൻ ചെയ്യുന്ന കണ്ട തെണ്ടിത്തരങ്ങളും പഠിച്ചോണ്ട് വന്നിട്ടാ അവൻ പണം ഉണ്ടാക്കുന്നത്. സച്ചേട്ടാ, ആന്റണിയാ എന്റെ അനിയൻ ഇങ്ങനെയാക്കിയത്. നേരായ വഴിയിലായിരുന്നു അവൻ ജീവിച്ചത്. പക്ഷേ ഇപ്പോ എന്റെ അനിയൻ, എനിക്ക് ആലോചിക്കാൻ വയ്യ സച്ചേട്ടാ. രേവതി, നീ വിഷമിക്കാതിരിക്കെ. നീ വിഷമിക്കുന്നത് ആലോചിച്ചിട്ടാ ഞാൻ നിന്നോട് ഇതുവരെ ഇതൊന്നും പറയാതിരുന്നത്. എന്തിനാ സച്ചേട്ടാ എന്നോട് ഇത് പറയാതിരുന്നത്? അന്നേ അവനെ പറഞ്ഞ് നമുക്ക് തിരുത്തിക്കൂടായിരുന്നോ? അവൻ അങ്ങനെ തിരുത്തിയാലൊന്നും ശരിയാവില്ലേ രേവതി. അതിന് ആന്റണിയെ തകർക്കണം ആദ്യം. അതെ, അതാ വേണ്ടത് സച്ചേട്ടാ. ആ ആന്റണിക്ക് കിട്ടേണ്ടത് കിട്ടുമ്പോ അവൻ ശരിക്കും പഠിക്കും. സച്ചേട്ടാ, അവന് വെറുതെ വിടരുത്. അവൻ ഒറ്റ ഒരുത്തനാ എന്റെ അനിയനെ ഇങ്ങനെയാക്കിയത്. അവന്റെ കരണം നോക്കി ഈ കൈവെച്ച് എനിക്കൊന്ന് പൊട്ടിക്കണം. അതൊക്കെ കൊടുക്ക രേവതി. ഇതുവരെ എനിക്ക് നിന്റെ സപ്പോർട്ടില്ലായിരുന്നു, എന്നാ ഇന്ന് മുതൽ എനിക്ക് അതുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ന സച്ചേട്ട വാ, ഇനി ഒരു നിമിഷം പോലും സമയം കളയണ്ട. ഇതും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ. എന്നാ ഇത് കണ്ടോണ്ടാണ് ശ്രുതിയും സുധി അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ? നേരത്തെ ദേഷ്യപ്പെട്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നല്ലോ പോയത്. ഇപ്പൊ എന്തു പറ്റി? അടയും ചക്കരയും പോലെ. നിനക്ക് നാണം ഇല്ലല്ലോടി പെണ്ണെ. നിന്റെ ചോര, അത് നിന്റെ അനിയനെ ഇവൻ ഇങ്ങനെ ഇട്ട് തല്ലി ചതച്ചിട്ടും ഇവൻ ഇതുപോലെ സ്നേഹിക്കാൻ നിനക്ക് മാത്രം അങ്ങനെയൊക്കെ പറ്റൂ. ഇത് കേട്ടപ്പോ രേവതിക്ക് ദേഷ്യം വരുന്നുട്ടോ. രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ എന്റെ കൂടെ നിൽക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ചോരയാണ് ഈ നിൽക്കുന്ന സുധിയും ശ്രീകാന്തും. അവരെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ എന്നെങ്കിലും സച്ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എന്നോട് കൂടുതൽ സംസാരിക്കണ്ട. എന്താടി നീ എന്തിനാടി ശബ്ദം വെക്കുന്നത്? എന്നാ ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ട് കലാവതിയമ്മ വരുന്നത്. ചന്ദ്രേ നിർത്ത്. രേവതി ഇപ്പൊ ചോദിച്ചാൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. നീ അത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ഇവര് തമ്മിൽ പരസ്പരം സംസാരിച്ച് നന്നായിട്ടുണ്ടെങ്കിലേ അത് സച്ചിയുടെ മിടുക്ക. അതിന് നീ അഹങ്കരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവര് രണ്ടുപേരും രണ്ടായി നിൽക്കുന്നതായിരിക്കും നിനക്കിഷ്ടം. എന്നാലേ ഇവനെ വളർത്തി വലുതാക്കിയ എനിക്കിഷ്ടം അതല്ല. ഇവര് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതാ. കേട്ടോടി? മോനെ സച്ചി, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ അച്ഛമ്മേ, ഇവിടെ ഏതായാലും ഫംഗ്ഷൻ അലമ്പായി. നമ്മൾ പുറത്തു പോയി ആഘോഷിക്കാന്ന് കരുതി. അതിനു പുറമെ ചില കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. ശരി, എന്നാ പിന്നെ നിങ്ങൾ പുറത്തു പോയിട്ട് ആഘോഷിക്കേ. ദേ വരുന്ന വഴിക്ക് രേവതിയുടെ അമ്മയെ കണ്ട് സംസാരിക്കണം സച്ചി. ശരി അച്ഛമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, അയ്യേ എന്റെ രേവതി, നീ ഇങ്ങനെ ആയി പോയല്ലോ. നിന്റെ സ്വന്തം അനിയനെയല്ലേ സച്ചി അങ്ങനെയൊക്കെ തല്ലിയത്. എന്നിട്ടും നിനക്ക് സച്ചിയോട് ഒരു വിരോധവും ഇല്ലേ? പാലറേട്ടത്തി, കൂടുതൽ അങ്ങ് മിണ്ടണ്ട. കൂടുതൽ മിണ്ടിയാലേ പാലറേട്ടത്തിയുടെ പുതിയ രഹസ്യങ്ങളൊക്കെ എന്റെ ഉള്ളിന്ന് വന്നു പോവും. ഇത് കേട്ടപ്പോ സച്ചിക്ക് എന്തോ അറിയാന്നുള്ള മട്ടില് ശ്രുതിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. വാ രേവതി, ഇതുപോലുള്ളവരുടെ വായടക്കാനേ ചിലതൊക്കെ പുറത്തു വരേണ്ടി വരും. അങ്ങനെ ആന്റണിയെ കാണാൻ വേണ്ടി തന്നെ സച്ചിയും രേവതിയും അവിടെ നിറങ്ങുന്നത് കേട്ടോ. പോകുന്ന വഴിക്കാണ് രേവതിയുടെ അമ്മയും ദേവുനെയും കാണുന്നത്. ഇത് കണ്ടപ്പോ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ, അമ്മയും ദേവും വീട്ടിലേക്ക് പോയില്ലെന്നാ തോന്നുന്നത്. ദേ ആ പൂക്കടയുടെ മുൻപിലുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അത് വേണോ രേവതി? ചിലപ്പോ അമ്മയ്ക്ക് എന്നെ കണ്ടാ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അതിനെന്താ കുഴപ്പം? സച്ചേട്ടന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? സച്ചേട്ടൻ അങ്ങോട്ട് വണ്ടി എടുക്ക്. സച്ചേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലാത്തോടത്തോളം കാലം സച്ചേട്ടൻ തല താഴ്ത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ അങ്ങോട്ട് വണ്ടി തിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ദേവു പറയുന്നത്, അമ്മേ ചേച്ചിയും സച്ചേട്ടനും. ഇത് കണ്ടപ്പോ മുഖം തിരിക്കാൻ കേട്ടോ രേവതിയുടെ അമ്മ. ദേവു, അമ്മേ. ഇത് കേട്ടപ്പോ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. ദേവു, എന്തിനാ ഇങ്ങനെ മുഖം തിരിച്ചു പോകുന്നത്? അമ്മേ, എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിന്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? എന്റെ മോനെ പട്ടിയെ തല്ലുന്നത് പോലെ അവിടെ ഇട്ട് തല്ലിയില്ലേ നിന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവിന് മുമ്പിൽ എന്തിനാ ഞങ്ങൾ നിൽക്കുന്നത്? അമ്മേ, കാര്യം അറിയാതെ സച്ചേട്ടനെ കുറ്റപ്പെടുത്തരുത്. എന്ത് കാര്യം രേവതി? നിനക്ക് ഇവന്റെ കൂടെ നിൽക്കാൻ തോന്നുന്നുണ്ടല്ലോ. നിന്റെ അനിയനെ ഇവൻ തല്ലിയത്. കൈക്ക് വയ്യാത്ത നിന്റെ അനിയനെ വീണ്ടും ഇവൻ തല്ലി. അവനെ നാണകെടുത്തി അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ് പുറത്താക്കി. ഇതിന് വലിയ നാണക്കേട് അവൻ ഇനി വരാനുണ്ടോ? അവൻ എന്തെങ്കിലും അന്വേഷിച്ച് ഇനി നിന്റെ അടുത്തോട്ട് വരൂ? രേവതി, നീ എന്റെ മോളാ, എന്റെ വയറ്റി പറഞ്ഞതാ. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വരാം. പക്ഷെ അത് മറ്റുള്ളവരുടെ കൂടെ ആവരുതെന്ന് മാത്രം. എന്റെ മോനെ ഇനിയും തല്ലി ചതിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അമ്മ ഇങ്ങനെയൊന്നും പറയാതെ. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരിക്കലും സച്ചേട്ടനെ ശകാരിക്കില്ല. രേവതി, വേണ്ട. സച്ചേട്ടാ, എന്നാലും വേണ്ട രേവതി, നീ വാ. ഇതൊക്കെ കേൾക്കാനല്ലേ നീ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത്? നീ വന്നേ രേവതി. ഇതും പറഞ്ഞ് രേവതിയെ വിളിച്ചോണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇത് കേട്ടപ്പോ ദേവു പറയുന്നുണ്ട്, അമ്മേ, ചേച്ചി എന്തിനാ അങ്ങനെ പറഞ്ഞത്? നമ്മുടെ ശരത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലെങ്കിൽ ചേച്ചി എന്തിനാ സച്ചേട്ടന് കൂടെ നിൽക്കുന്നത്? ഒരിക്കലും ചേച്ചി അങ്ങനെ ചെയ്യില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞ് നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റി കാണും. എനിക്കൊന്നും അറിയില്ല.
ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ ഇവർ ആന്റണിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആന്റണിക്ക് രണ്ടെണ്ണയിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണയിട്ട് പൊട്ടിക്കുക മാത്രമല്ല, ആന്റണിയെ നല്ല രീതിക്ക് തന്നെ പെരുമാറുന്നുണ്ട്. സത്യങ്ങളൊക്കെ ദേവുവിനെ പുറത്ത് വെച്ച് കാണുമ്പോൾ രേവതി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദേവു ഈ കാര്യങ്ങളൊക്കെ അമ്മയോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങൾ എല്ലാവരും അറിയുന്നുണ്ട്. ആ ഒരു എപ്പിസോഡാണ് ഇനി പറയാനുള്ളത്. അപ്പോ എന്തായാലും നമുക്ക് ഇനി ആ ഒരു എപ്പിസോഡ് നോക്കാം. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ആ ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.